നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ബീഹാറിൽ നിന്നും കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ശുഭകരമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. നവംബർ 6, 11 എന്നീ 2 തീയതികളിലായി 2 ഘട്ടമായിട്ടാണ് ബീഹാറിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു അഭിപ്രായ സർവേ പുറത്തു വന്നിട്ടുണ്ട്. ആ സർവേയിൽ പല കാര്യങ്ങളിലും ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കം നൽകുന്നതാണ്. ആ സർവേയിൽ ജനങ്ങൾ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ളതാണ് എന്നതാണ് വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏത് സർക്കാരാണ് അധികാരത്തിൽ വരിക എന്ന ചോദ്യത്തിന് ജനങ്ങളുടെ ഒരു പ്രതികരണം ഈ നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ BJPയും JDUവും ഒക്കെ തന്നെ ഉള്ള NDA സഖ്യം അവർ അധികാരം നിലനിർത്തുമെന്ന് പറയുന്നത് ഏതാണ്ട് 40% ആളുകളാണ്. ഒരു ചെറിയ എഡ്ജ് അവർക്ക് ഇക്കാര്യത്തിൽ ഈ അഭിപ്രായ സർവേയിൽ ഇന്ത്യ സഖ്യവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴുണ്ട്. മറുവശത്ത് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ ബീഹാറിനെ സംബന്ധിച്ച് മഹാഗഠബന്ധൻ എന്നാണ് കോൺഗ്രസ്, RJD, ഇടതു പാർട്ടികൾ ഉൾപ്പെടെയുള്ള പാർട്ടികൾ അടങ്ങിയ സഖ്യത്തെ ബീഹാറിൽ അറിയപ്പെടുന്നത്. ആ മഹാഗഠബന്ധൻ അധികാരം പിടിച്ചെടുക്കും. അവർ ഏതാണ്ട് 10 വർഷമായിട്ട് അധികാരത്തിന് പുറത്താണ്. ആ സഖ്യം അധികാരത്തിലേക്ക് എത്തുമെന്ന് ഏതാണ്ട് 38.6% ആളുകൾ, ഈ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത 38.6% ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് NDAയും ഇന്ത്യ സഖ്യവും അല്ലെങ്കിൽ മഹാഗഠബന്ധനും തമ്മിൽ ഏതാണ്ട് 1.5% വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നത് ഓർക്കണം. ഒപ്പം തന്നെ ഈ ഒരു ചെറിയ വ്യത്യാസം അതിനെ ഈ അഭിപ്രായ സർവേയിലെ മറ്റു പല ഘടകങ്ങൾ കൂടി, മറ്റ് ചില റിസൾട്ടുകൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമുക്ക് വായിക്കാനായിട്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആരാകണം എന്നതാണ്. അത്തരമൊരു സർവേയിൽ, അത്തരമൊരു ചോദ്യത്തിന് ഈ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആളുകളും തങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നത് തേജസ്വി യാദവ് എന്ന യുവ നേതാവിനെയാണ്, RJDയുടെ നേതാവിനെയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവാണ് തേജസ്വി യാദവ് അടുത്ത മുഖ്യമന്ത്രിയാകണം എന്നാണ് ഈ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത ഏതാണ്ട് 36.2% ആളുകളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത്. 2, 3 സ്ഥാനത്തുള്ളവരൊക്കെ തന്നെ വളരെ ബഹുദൂരം പിന്നിലാണ്. ഏറെ രസകരമായ കാര്യം, 2ാം സ്ഥാനത്തുള്ളത് ജൻ സൂരജ് പാർട്ടിയുടെ നേതാവും മുൻ തെരഞ്ഞെടുപ്പ് വിദഗ്ധനുമായ പ്രശാന്ത് കിഷോറാണ് എന്നതാണ്. അദ്ദേഹത്തിന് 23.2% പിന്തുണയാണ് ഇക്കാര്യത്തിലുള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് അത്രയും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം നിലവിലെ മുഖ്യമന്ത്രി, കഴിഞ്ഞ 10 വർഷമായിട്ട് മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന നിതീഷ് കുമാറിന് ഇക്കാര്യത്തിൽ വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 15% ആളുകളുടെ പിന്തുണ മാത്രമേ ഈ വിഷയത്തിലുള്ളൂ. 15.9% ആളുകൾ മാത്രമേ നിതീഷ് കുമാർ വീണ്ടും ഒരിക്കൽ കൂടി ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. മറ്റൊരു ഘടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, സർവേയിൽ സി വോട്ടർ നടത്തിയ സർവേയിൽ ചോദിച്ചത് എന്ന് പറയുന്നത് ബീഹാറിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും മികച്ച സഖ്യം ഏതാണ്, അല്ലെങ്കിൽ ആര് ഭരണത്തിൽ വന്നാലാണ് ബീഹാറിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക, ബീഹാറിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നത് ആർക്കാണ് എന്ന ചോദ്യത്തിന് അവിടെയും ഈ പറയുന്ന ബീഹാറിലെ മഹാഗഠബന്ധനാണ് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് 36%-ലധികം ആളുകളും പറയുന്നത് ഈ പറയുന്ന മഹാഗഠബന്ധൻ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം അവിടെ അധികാരത്തിൽ വന്നാൽ മാത്രമേ ബീഹാറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്നതാണ്. NDA സഖ്യത്തിന് ഇക്കാര്യത്തിൽ ജനങ്ങൾ നൽകുന്ന ഒരു പിന്തുണ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് 34% മാത്രമാണ്. ആ വിഷയത്തിൽ ഏതാണ്ട് 2.5% പോയിന്റിന്റെ ഒരു എഡ്ജ്, മേൽക്കൈ അവിടെ മഹാഗഠബന്ധന് നേടാൻ സാധിച്ചിട്ടുണ്ട്. ജൻ സുരാജ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഉള്ള പ്രതീക്ഷ വളരെ കുറവാണ്. ഏതാണ്ട് 20%-നകത്ത് ഒരു പിന്തുണ മാത്രമേ അവർക്കുള്ളൂ. എന്തായാലും ഈ സർവേ മൊത്തത്തിൽ നോക്കുമ്പോൾ പല കാര്യങ്ങളിലും ഈ പറയുന്നത് പോലെ ഇന്ത്യ സഖ്യത്തിനെ വേണം, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ജയിക്കണമെങ്കിൽ മാത്രമേ ബീഹാറിനെ ഒരു നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ ബീഹാറിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന ഒരു ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാകണം, ഒപ്പം തന്നെ ഈ ബീഹാറിലെ പ്രശ്നങ്ങൾ ആരാണ് പരിഹരിക്കാൻ മിടുക്കര് എന്നീ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടിയിൽ ജനങ്ങൾ ഈ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ജനങ്ങളും പറയുന്നത് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ മഹാഗഠബന്ധൻ വേണമെന്ന് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ടുള്ള RJDയുടെ നിലവിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ്, അദ്ദേഹം ഏതാണ്ട് എന്താ പറയുക, ഇന്ത്യ സഖ്യത്തിന് ഭരണം ലഭിക്കുകയാണെങ്കിൽ അവിടെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാവ് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പട്നയിലെ RJDയുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. ആ മീറ്റിംഗിൽ അദ്ദേഹം ഈ സംസ്ഥാനത്തിന്റെ തൊഴിലില്ലായ്മയെ കുറിച്ച് വളരെയധികം ചർച്ച ചെയ്തു. അതിൽ അദ്ദേഹം എടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുകയാണെങ്കിൽ
സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും ഒരു ആൾക്കെങ്കിലും സർക്കാർ ജോലി ഉറപ്പാക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുമെന്നതാണ്. ഏതാണ്ട് 20 ദിവസത്തിനകത്ത് തന്നെ, അധികാരത്തിലെത്തി 20 ദിവസത്തിനകത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു നിയമനിർമ്മാണം നടത്തും. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രമേയം അല്ലെങ്കിൽ ആ ഉത്തരവിൽ താൻ ഒപ്പുവെക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. 20 മാസം കൊണ്ട് ആ ഒരു പദ്ധതി നടപ്പിലാക്കിയെടുക്കും. അതായത് അധികാരത്തിലെത്തി അതിന് 20 മാസം ആകുമ്പോഴേക്കും ഈ സംസ്ഥാനത്ത് ഒരു വീട്ടിൽ ഒരു ആൾക്കെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ജോലി ഉള്ള ഒരാളെങ്കിലും ഉണ്ടാകുമെന്ന ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണത്. അതിനെ ഈ പറയുന്ന ഇതിനോടകം തന്നെ സംസ്ഥാനത്തെ യുവത വലിയ രീതിയിൽ പിന്തുണ നൽകുന്നുണ്ട്. അവരെ ഇതിനോടകം ഏറ്റെടുത്തിട്ടുണ്ട് അത്തരം ഒരു പ്രഖ്യാപനം. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ NDA സർക്കാർ അവിടെ തൊഴിൽ കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. തൊഴിലില്ലായ്മ വേതനം കൊടുക്കാനാണ് NDA സർക്കാർ ആഗ്രഹിക്കുന്നത്. അതേസമയം തന്നെ 2015 തുടക്കത്തിൽ ഈ പറയുന്ന മഹാഗഡ്ബന്ധന്റെ ഭാഗമായിരുന്നു JDU-വിൽ ഒക്കെ തന്നെ നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രിയായിരുന്നു. ആ സർക്കാരിൽ തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയായിരുന്നു. എന്നിട്ട് 17 മാസത്തോളം അദ്ദേഹം ആ പദവിയിലിരുന്നു. ആ കാലയളവിൽ തനിക്ക് ഏതാണ്ട് 5 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ചുരുങ്ങിയ കാലയളവിൽ തന്നെ 5 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പദ്ധതി അനായാസം നടപ്പിലാക്കിയെടുക്കാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടത്തി അതിന്റെ ഡേറ്റ തന്റെ കയ്യിലുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അത് വലിയ രീതിയിൽ ഈ പറയുന്ന ബീഹാറിലെ ചെറുപ്പക്കാർക്കിടയിൽ യുവാക്കൾക്കിടയിൽ ഒരു ഓളം സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടുതൽ വോട്ടർമാരിൽ നല്ലൊരു ഭാഗവും യുവാക്കളാണ്. നമുക്കറിയാം ഇപ്പോൾ യുവതയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിധി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തേജസ്വി യാദവിന്റെ ആ പ്രഖ്യാപനത്തെ ബീഹാറിലെ ജനങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറുവശത്ത് BJP നേതൃത്വത്തിന് വലിയൊരു അങ്കലാപ്പ് ഇതിനോടകം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുമുണ്ട്. ഒപ്പം ഈ ഒരു സർവേ കൂടി വരുമ്പോൾ, ആദ്യമായിട്ട് വന്ന ഒരു സർവേയാണ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം വന്ന ഒരു അഭിപ്രായ സർവേയാണ്. അതിനകത്ത് പല ഘടകങ്ങളിലും ഈ പറയുന്ന NDA സഖ്യത്തെ കവച്ചു വെച്ചുകൊണ്ട് അവരെ മറികടന്നുകൊണ്ട് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ മഹാഗഡ്ബന്ധൻ മുന്നിൽ നിൽക്കുന്നു എന്നത് കോൺഗ്രസിനും RJD-യും സംബന്ധിച്ച് വളരെ ശുഭ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്.